പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ആവശ്യമില്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഓരോ ദിവസവും വ്യത്യസ്ത വിമർശനങ്ങളാണ് രാഹുലിന് നേരെ ഉയരുന്നത്. ഇപ്പോഴിതാ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിമർശനമാണ് കങ്കണ റണാവത്ത് ഉയർത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ എപ്പോഴും മദ്യപിച്ചിട്ടോ അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ആണ് കാണപ്പെടുന്നതെന്നാണ് കങ്കണ പാർലമെന്റിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധി നേരത്തെ അനുരാഗ് താക്കൂറിനെ വിമർശിച്ചതിനായിരുന്നു കങ്കണയുടെ ഈ പരിഹാസം നിറഞ്ഞ മറുപടി. അനുരാഗ് തന്നെ അപമാനിച്ചതായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കങ്കണയുടെ പരാമർശം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തുന്ന സാഹചര്യവും അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളും കേട്ടാൽ മനസ്സിലാകും എപ്പോഴും മദ്യപിച്ചിട്ടുണ്ടാവുമെന്ന്. ഇത്രയും അസംബന്ധം വിളിച്ചു പറയുന്നതിനാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് കങ്കണയുടെ ആവശ്യം. അതേസമയം രാഹുലിന്റെ ജാതി പരാമർശത്തെ പരിഹസിച്ചാണ് ആദ്യം തന്നെ കങ്കണ രംഗത്ത് വന്നത്. രാഹുലിന്റെ മുത്തച്ഛൻ മുസ്ലിമാണ്, മുത്തശ്ശി അതുപോലെ പാഴ്സിയും, അമ്മ ക്രിസ്ത്യാനിയുമാണ്. രാഹുലിന് പക്ഷേ എല്ലാവരുടെയും ജാതി അറിയാനാണ് താല്പര്യം. പരസ്യമായി രാഹുൽ എങ്ങനെയാണ് ജാതി ചോദിക്കുക? നാണക്കേട് തോന്നുന്നുവെന്നും കങ്കണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പാർലമെന്റ് സെക്ഷന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രൂക്ഷമായി തന്നെ കങ്കണ രാഹുലിന് നേരെ രംഗത്ത് വന്നു. രാഹുൽ ഭരണഘടനയെ എപ്പോഴും മോശമാക്കുന്ന പരാമർശമാണ് നടത്തുകയെന്നും കങ്കണ ആരോപിച്ചു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനാണ് കങ്കണ മറുപടിയുമായി ഇപ്പോൾ എത്തിയത്. രാജ്യം ചക്രവ്യൂഹത്തിലാണെന്ന് നേരത്തെ രാഹുൽ പാർലമെന്റിൽ ആരോപിച്ചിരുന്നു. താമരയിൽ നിന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. അതൊരു ചക്രവ്യൂഹമാണ്. 6 പേരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, അദാനി, അംബാനി, അജിത് ഡോവൽ, മോഹൻ ഭാഗവത് എന്നിവർ ചേർന്നാണിതെന്നും രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു. മാത്രമല്ല, നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. നിങ്ങൾ യുവാക്കളുടെ കാലൊടിച്ചു, അതിന്മേൽ ഒരു ബാൻഡേഡ് ഇടുകയാണ് എന്ന് രാഹുൽ പരിഹസിക്കുകയുണ്ടായി. നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP സർക്കാരിന് കീഴിൽ 70 പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അത് പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് 20 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. ഇതിലാണ് കങ്കണ രാഹുൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന മറുപടി നൽകിയത്. അതേസമയം ആദ്യമായിട്ടല്ല കങ്കണ രാഹുലിനെതിരെ രംഗത്ത് വരുന്നത്. നേരത്തെ രാഹുൽ അടിയന്തരമായി തെറാപ്പി സ്വീകരിക്കണമെന്ന് കങ്കണ നിർദ്ദേശിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നിരുത്തരവാദപരമാണെന്നും കങ്കണ ആരോപിച്ചിരുന്നു. നേരത്തെ ബജറ്റ് ചർച്ചയ്ക്കിടെ BJP MP അനുരാഗ് താക്കൂർ തന്നെ അപമാനിച്ചതായി രാഹുൽ ആരോപിച്ചിരുന്നു. സ്വന്തം ജാതി അറിയാത്തവരാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് അനുരാഗ് രാഹുലിനെ ലക്ഷ്യമിട്ട് പറഞ്ഞിരുന്നു.